വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ നമ്മുടെ പുതിയൊരു ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസറുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ, സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പണവും സമ്പദ് വ്യവസ്ഥയും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അതെടുക്കാനൊരു കാരണമുണ്ട്. കാരണം ഇതിൽ ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ RBI, കേരള ഗ്രാമീൺ ബാങ്ക്, നബാർഡ്, അതുപോലെയുള്ള കുറച്ച് ബാങ്കുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് കേട്ടോ. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ SCERT ആണ് നമുക്ക് ആദ്യം കവർ ചെയ്യേണ്ടത്. ഇത് കവർ ചെയ്തവരുണ്ടെങ്കിൽ റിവിഷനായിട്ട് കൂട്ടുക കേട്ടോ. അല്ലാത്തവരാണെങ്കിൽ പറയുന്ന പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ഒരു പേപ്പറിൽ നോട്ട് ചെയ്തിട്ട്, ഇയേഴ്സൊക്കെ ഒരു പേപ്പറിൽ നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓരോ രാജ്യത്തും അതത് രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കുകളായിരിക്കും ഈ പണത്തിൻ്റെ എല്ലാം അന്തിമ അധികാരി. നമ്മുടെ രാജ്യത്ത് കറൻസികളുണ്ട്, നാണയങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ അന്തിമ അധികാരി എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിൻ്റെയും കേന്ദ്ര ബാങ്കുകളായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, RBI. അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. റിസർവ് ബാങ്കിൻ്റെ തലവൻ റിസർവ് ബാങ്ക് ഗവർണറാണ്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ സ്ഥാപിതമായ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം 1937 മുംബൈയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ എന്നാണ് RBI സ്ഥാപിതമായത്? 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ സ്ഥാപിതമായത്. പക്ഷേ 1937 മുംബൈയിലേക്ക് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മാറ്റുകയാണ് ഉണ്ടായത് കേട്ടോ. പിന്നീട് 1949 RBI ദേശസാൽക്കരിക്കപ്പെടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ 1934, 35 ഏപ്രിൽ 1, 1937, 1944. അപ്പോൾ ഇത്രയും ഇയേഴ്സ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ RBIയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. സമ്പദ് വ്യവസ്ഥയിലെ ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും കേന്ദ്ര ബാങ്കാണ്. ഇത് നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. സമ്പദ് വ്യവസ്ഥയിലെ ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും കേന്ദ്ര ബാങ്കാണ്. ഇനി നോക്കൂ, കേന്ദ്ര ബാങ്കിൻ്റെ, റിസർവ് ബാങ്കിൻ്റെ കുറച്ച് ധർമ്മങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. കറൻസി അച്ചടിച്ചിറക്കുന്നു. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നാണയങ്ങളും 1 രൂപ നോട്ടും ഒഴികെയുള്ള എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കാൻ അധികാരമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. നാണയങ്ങൾ, 1 രൂപ നോട്ട് എന്നിവ അടിച്ചിറക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ മന്ത്രാലയമാണ്. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. എന്നാലും ഒന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക, അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക അല്ലേ. കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക, അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നീ ധർമ്മങ്ങളും ആര് തന്നെയാണ് നിർവഹിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നിർവഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഇനി കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്, അല്ലെങ്കിൽ ഇതിൻ്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നോക്കൂ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള നാസിക്, ദേവാസ് എന്നിവിടങ്ങളിലെ പ്രസ്സുകളിലും ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡിൻ്റെ മൈസൂറിൽ അവരുടെ ശാഖയായിട്ടോ പറയണത്, മൈസൂർ, സാൽബോണി എന്നിവിടങ്ങളിലുമുള്ള പ്രസ്സുകളിലുമാണ് കറൻസി നോട്ടുകൾ അച്ചടിച്ചിറങ്ങുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മുടെ ഇന്ത്യ തന്നെ ഉടമസ്ഥതയിലുള്ള നാസിക്, പിന്നെ മധ്യപ്രദേശിലുള്ള ദേവാസ്, അവിടെയുള്ള പ്രസ്സുകളിലും, പിന്നെ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള മൈസൂരിലുള്ള റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡിലും, പിന്നെ വെസ്റ്റ് ബംഗാളിലുള്ള സാൽബോണിലെ പ്രസ്സുകളിലുമാണ് ഈ പറഞ്ഞ കറൻസി നോട്ടുകളൊക്കെ അച്ചടിച്ചിറക്കുന്നത് കേട്ടോ. നാണയങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ എന്നിവിടങ്ങളിലെ മിൻറ്റുകളിലാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. നാണയങ്ങൾ എവിടെയാണ് നിർമ്മിക്കുന്നത്? നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ എന്നിവിടങ്ങളിലെ മിൻറ്റുകളിലാണ്. ഒരിക്കൽ പ്രചാരത്തിലുള്ള കറൻസികൾ ഗവൺമെൻറ് നിർദ്ദേശം കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പിൻവലിക്കാം. ഇതാണ് ഡിമോണിറ്റൈസേഷൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 2016-ലോ 2018 ഒരു ഡിമോണിറ്റൈസേഷൻ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്.
ഈ കറൻസികളൊക്കെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പിൻവലിക്കാം. അതിനെയാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. 2016 ഡിമോണിറ്റൈസേഷൻ നടന്നത്. 2016 നവംബർ 8 ഈ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കണേ. ഇതിപ്പോൾ ചോദിച്ചൂടാഴി എന്നില്ല കേട്ടോ. കാരണം PSCക്ക് ഇപ്പോൾ താല്പര്യമെല്ലാം ഒരുപാട് വർഷം പിന്നിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ 2025 നൊബേൽ പ്രൈസ് പഠിച്ചിട്ട് പോയാൽ ചോദിക്കുന്നത് 2022 2019 ആയിരിക്കും. അപ്പോൾ SCERTയിലുള്ള ഫാക്ടേഴ്സാണ് കേട്ടോ അത്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. SCERTയിൽ കിടക്കുന്ന പഴയ 2019 2022 നോബൽ പ്രൈസസ് ആണ് ഈ PSC എടുത്തിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഈ SCERTയിലുള്ള ഇങ്ങനെയുള്ള ഇയേഴ്സൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ 2016 നവംബർ 8 ആദ്യം നമ്മുടെ ഡിമോണിറ്റൈസേഷൻ ഉണ്ടായത് കേട്ടോ. ഇന്ത്യയിൽ അടുത്ത കാലത്തായി ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയത് 2016 നവംബർ 8 അഴിമതി, കള്ളപ്പണം, ഭീകരവാദം, വ്യാജ കറൻസികൾ എന്നിവ തടയുകയായിരുന്നു ഉദ്ദേശം. അന്ന് വരെ നിലവിൽ ഉണ്ടായിരുന്ന 500 രൂപ, 1000 രൂപ എന്നീ കറൻസി നോട്ടുകൾ ലീഗൽ ടെൻഡർ അല്ല എന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് 500ൻ്റെയും 2000ൻ്റെയും രൂപകൾ കറൻസികൾ അച്ചടിച്ചിറക്കി. പക്ഷേ പൊതുജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പൊതുജനങ്ങൾക്ക് ഡിക്ലറേഷൻ ഇല്ലാതെ 2016 ഡിസംബർ 31 വരേക്ക് ആ പഴയ കറൻസി നോട്ടുകളൊക്കെ ബാങ്കുകളിലും പിന്നെ ഡിക്ലറേഷനോട് കൂടി 2017 മാർച്ച് 31 വരെ RBIയിലും നിക്ഷേപിക്കാൻ അവസരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഡേറ്റ് ഒന്നിട്ട് ഓർത്തിരിക്കുക കേട്ടോ. 2016 നവംബർ 8 കേട്ടോ. പിന്നെന്താണ്? ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. ആപത്ഘട്ടങ്ങളിൽ ബാങ്കുകൾക്ക് അടിയന്തര വായ്പകൾ നൽകുക, ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുക, ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുക എന്നിവയെല്ലാം ചെയ്യുന്നത് ആര് തന്നെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കേട്ടോ. ആപത്ഘട്ടങ്ങളിൽ ബാങ്കുകൾക്ക് അടിയന്തര വായ്പകൾ നൽകുന്നുണ്ട്, ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുന്നുണ്ട്, ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ആര് തന്നെയാണ്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുകൊണ്ട് ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി നോക്കൂ, ഇവിടെ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിക്കുന്നത് ആര് എന്ന് ചോദിച്ചിട്ട് ഒന്ന് വായിച്ചു പോവാം. എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടിയാലോ. 1835 മുമ്പ് ഇന്ത്യയിൽ രൂപയും നാണയങ്ങളും പണത്തിൻ്റെ മറ്റു രൂപങ്ങളും ഉപയോഗപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1 രൂപ നോട്ടും നാണയങ്ങളും ഇന്ത്യ ഗവൺമെൻറ് അച്ചടിച്ചിറക്കുന്നതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. 1835 ചരിത്ര കൺവെൻഷനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1835 പേപ്പർ കറൻസി ആക്ട് പ്രകാരം പേപ്പർ കറൻസി അച്ചടിക്കാൻ അനുമതി നൽകിയത്. അപ്പോൾ 35 ചരിത്ര കൺവെൻഷനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1835 തന്നെ പേപ്പർ കറൻസി ആക്ട് പ്രകാരം പേപ്പർ കറൻസി അച്ചടിക്കാൻ അനുമതി നൽകുകയുണ്ടായത്. വ്യാപാരം, വാണിജ്യം എന്നിവ സുഗമമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ പേപ്പർ കറൻസി അച്ചടിക്കാൻ വേണ്ടിയിട്ട് അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കൂ, 1906 കോയിനേജ് ആക്ട്, 2011 കോയിനേജ് ആക്ട് എന്നിവ നാണയങ്ങൾ അച്ചടിച്ചിറക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത്. ഈ 2 ആക്ട് പ്രകാരം കേട്ടോ. 1906 കോയിനേജ് ആക്ട് പ്രകാരവും 2011 കോയിനേജ് ആക്ട് പ്രകാരവും നാണയങ്ങൾ അച്ചടിച്ചിറക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഈ അധികാരം നിലനിർത്തുന്നതിനാലാണ് 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ, പണത്തിൻ്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നു ആര്? RBI കേട്ടോ. പണത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും എന്നാൽ ആനുപാതികമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ സമ്പദ് വ്യവസ്ഥയിൽ കുറച്ചു സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണവും എന്ന അവസ്ഥ ഉണ്ടാകും. ഇത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർധനവിന് കാരണമാകും. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുനിലവാരം വർദ്ധിക്കുന്നത് പണപ്പെരുപ്പം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഈ സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ പൊതുനിലവാരം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതിനെ പണപ്പെരുപ്പം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ പണപ്പെരുപ്പ് കണക്കാക്കുന്നത് ഉപഭോക്തൃ വില സൂചിക ഉപയോഗിച്ചിട്ടാണ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷന് കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഇത് തയ്യാറാക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയേ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്, സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് പണത്തിൻ്റെ ക്രയശേഷി കുറയുന്നതിന് കാരണമാകുകയും സാമ്പത്തിക വളർച്ച, ഉൽപ്പാദനം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. അതിനാൽ പണപ്പെരുപ്പം നിയന്ത്രിക്കപ്പെടേണ്ടതാണ്.
പണപ്രദാനത്തിൻ്റെ അളവ് കൂടുന്നതാണ് പണപ്പെരുപ്പത്തിന് ഒരു കാരണം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ പറയുന്നതാണ്. ഇവിടെ റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് റിപ്പോ നിരക്ക്? വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുകയാണെങ്കിൽ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ്. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ നിരക്കെന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വിവിധ കാലയളവുകളിലെ റിപ്പോ നിരക്കുകൾ എന്ന് പറഞ്ഞിട്ട് 2022 ജൂണ്, 2022 ഡിസംബർ, 2023 സെപ്റ്റംബർ ഇത്രയും ഈ വർഷത്തിലെ റിപ്പോ റേറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. നമുക്ക് 2022 ജൂണിൽ 4.90%, ഡിസംബർ 2022 6.25%, സെപ്റ്റംബർ 2023 6.50% കേട്ടോ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. സെപ്റ്റംബറിൽ ഒന്ന് ഇരുത്തി നോക്കാം നമുക്ക്. 2023 സെപ്റ്റംബറിൽ 6.50% റിപ്പോ റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ധർമ്മം എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഗവൺമെൻറ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതും ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നതും ധനകാര്യ മാനേജ്മെൻറ്റ് നടപ്പിലാക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ പണനയം, ധനനയം തുടങ്ങിയവയിൽ ഉപദേശം നൽകുന്നത് റിസർവ് ബാങ്കാണ്. അപ്പോൾ എന്താണ് ഈ പണനയവും ധനനയവും? നികുതി ചുമത്തൽ, ഗവൺമെൻറ് ചെലവുകൾ എന്നിവയെ സംബന്ധിച്ച നയത്തിനെയാണ് ധനനയം എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ പണനയം എന്നാൽ പണത്തിൻ്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച നയമാണ് പണനയം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ സൂക്ഷിപ്പുകാരനും ആര് തന്നെയാണ്? RBI ആണ് അല്ലേ. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വിദേശ നാണയ ശേഖരം എന്നത് വിദേശ കറൻസികൾ, സ്വർണ്ണശേഖരം എന്നിവയെല്ലാം ചേർന്നതാണ്. ഇതിൻ്റെ എല്ലാം കാവൽക്കാരൻ ആര് തന്നെയാണ്? RBI ആണ്. പിന്നെ റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. ഇന്ത്യയിലെ ബാങ്കിംഗ് പ്രവണത, പണനയ റിപ്പോർട്ടുകൾ, ഉപഭോക്തൃ സർവേകൾ, RBI ബുള്ളറ്റിൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെൻറ്റുകൾ തുടങ്ങി വിവിധ റിപ്പോർട്ടുകൾ RBI വിവിധ കാലയളവിലായിട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണവും ആരുടെ തന്നെ ധർമ്മമാണ്? RBIയുടെ ധർമ്മമാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ RBIയുടെ ധർമ്മങ്ങൾ കേട്ടോ. ഏതൊക്കെയാണ്? റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ സൂക്ഷിപ്പ്, പിന്നെ ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പിന്നെ എന്തായിരുന്നു? നമ്മുടെ പണത്തിൻ്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നുണ്ട്, ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു, പിന്നെ എന്താണ്? കറൻസി അച്ചടിച്ചിറക്കുന്നു. അപ്പോൾ ഇത്രയാണ് റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്നും കൂടെ ഒന്ന് കേൾക്കുക, നല്ല നല്ല പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നോക്കൂ, ബാങ്കുകൾ, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തികൾ, സംഘടനകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയുള്ളവർക്കെല്ലാം പണമിടപാടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും. ബാങ്കുകളെ പൊതുവെ വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിങ്ങനെ രണ്ട് ഗണത്തിൽ പെടുത്താം. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഓഹരി ഉടമകളാണെങ്കിൽ സഹകരണ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കാണ്. കേരള ബാങ്ക് ഒരു സഹകരണ ബാങ്കിന് ഉദാഹരണമാണ് കേട്ടോ. അപ്പോൾ കേരള ബാങ്ക് എന്ന് പറയുന്നത് ഒരു സഹകരണ ബാങ്കിന് ഉദാഹരണമാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. വാണിജ്യ ബാങ്കുകൾ. ബാങ്കിങ് സേവനങ്ങൾ നൽകാൻ RBIയുടെ അനുമതിയുള്ളതും 1934 RBI ആക്ട് 2ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവയുമായ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ മേഖലാ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, പേയ്മെൻറ്റ് ബാങ്കുകൾ, സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, വിദേശ ബാങ്ക് എന്നിവയെല്ലാം എന്താണ്? വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അപ്പോൾ വാണിജ്യ ബാങ്കുകളുടെ ഉദാഹരണം എല്ലാം ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ മേഖലാ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, പേയ്മെൻറ്റ് ബാങ്കുകൾ, സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, വിദേശ ബാങ്ക് എന്നിവയെല്ലാം എന്തിനാണ്? വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. ഇനി നോക്കൂ, 1990കളിലെ സാമ്പത്തിക പരിഷ്കാരത്തിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തനാനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. 1990 ശേഷം
ഇന്ത്യയിൽ പ്രവർത്തനാനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകളൊക്കെ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആക്സിസ് ബാങ്ക്, മഹേന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഡെക്സ് ബാങ്ക് തുടങ്ങിയവയെല്ലാം എന്തിന് ഉദാഹരണമാണ്? ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. ആക്സിസ് ബാങ്ക്, മഹേന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഡെക്സ് ബാങ്ക് തുടങ്ങിയവ കേട്ടോ. ഇനി ഇവിടെ നമ്മുടെ വാണിജ്യ ബാങ്കുകളുടെ കുറച്ച് ധർമ്മങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മം. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, പിന്നീട് എന്താണ്, അവർക്ക് വായ്പകൾ നൽകുക. ഇതാണ് വാണിജ്യ ബാങ്കിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. സമ്പാദ്യങ്ങളുടെ സുരക്ഷിത ഇടമായി ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണം വിവിധ ഇനം വായ്പകളാക്കി സംരംഭകർക്ക് ലഭ്യമാക്കാൻ ബാങ്കുകൾക്ക് കഴിയുന്നുണ്ട്. ഇനി നോക്കൂ, അതിൻ്റെ ഫസ്റ്റ് എന്താണ്? നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ. അതിൻ്റെ ഫസ്റ്റ് ധർമ്മമാണ്. വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന വിവിധ തരം നിക്ഷേപങ്ങൾ അക്കൗണ്ടുകൾ പരിചയപ്പെടാം. അപ്പം നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ നമ്മുടെ വാണിജ്യ ബാങ്കിൻ്റെ ഒരു ധർമ്മമാണ്. സമ്പാദ്യ നിക്ഷേപം, കറണ്ട് നിക്ഷേപം, ടൈം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപ അക്കൗണ്ട്, ആവർത്തിത നിക്ഷേപങ്ങൾ, ഇത്രയുമാണ് കേട്ടോ ഇവരുടെ എന്താണ് വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്കായിട്ട് നൽകുന്ന വിവിധ തരം നിക്ഷേപ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. സമ്പാദ്യ നിക്ഷേപം വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും ആവശ്യങ്ങൾക്കനുസരിച്ച് പണം പിൻവലിക്കുന്നതിനും കഴിയുന്ന രീതിയിലുള്ള നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത്. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിക്കാൻ അവസരമുണ്ട്. ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാം എന്നതും പിൻവലിക്കാവുന്ന തുകയുടെ പരിധിയും ഓരോ ബാങ്കുകളിലും വ്യത്യസ്തമായിരിക്കും. സമ്പാദ്യ നിക്ഷേപങ്ങൾക്ക് കുറഞ്ഞ നിരക്കിലുള്ള പലിശ ബാങ്കുകൾ നൽകാറുണ്ട്. നോക്കൂ, കറണ്ട് നിക്ഷേപം ബിസിനസ് ഇടപാടുകളെ ലക്ഷ്യം വെച്ചുള്ള അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇത്തരം അക്കൗണ്ടുകളിൽ നിന്നും ഒരു ദിവസം നടത്താവുന്ന ഇടപാടുകൾക്ക് പരിധിയില്ല. ഈ അക്കൗണ്ടിലുള്ള പണത്തിന് ബാങ്കുകൾ പലിശ നൽകാറില്ല. ഈ അക്കൗണ്ടിൽ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കറണ്ട് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ഏതോ ഒരു എക്സാമിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുന്നത് ഏത് തരം അക്കൗണ്ടുള്ള ആളുകൾക്കാണെന്ന്. പ്രചലിത നിക്ഷേപം അതായിരുന്നു ആൻസർ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് വന്നിരിക്കുന്നത് SCERT തന്നെയാണ് കേട്ടോ. നോക്കൂ, ടൈം ഡെപ്പോസിറ്റ് അഥവാ സ്ഥിര നിക്ഷേപ അക്കൗണ്ട്. പെട്ടെന്ന് തിരിച്ചെടുക്കേണ്ടതില്ലാത്ത പണം നിക്ഷേപിക്കുന്ന അക്കൗണ്ടാണ് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്കുകൾ സേവിംഗ് അക്കൗണ്ടിലുള്ള പണത്തിന് നൽകുന്നതിനേക്കാൾ കൂടുതൽ പലിശ നൽകുന്നുണ്ട്. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കാലയളവിന് മുൻപ് ഈ നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിക്കുകയാണെങ്കിൽ നിക്ഷേപകർക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് കുറയും. നിക്ഷേപങ്ങളുടെ പലിശ മുതലിനൊപ്പമോ നിക്ഷേപകർ നിശ്ചയിക്കുന്ന വിവിധ കാലയളവുകളിലോ പിൻവലിക്കാവുന്നതാണ്. ആവർത്തിത നിക്ഷേപം ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു നിശ്ചിത തുക വീതം നിശ്ചിത ഇടവേളകളിൽ നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത്. സമ്പാദ്യ നിക്ഷേപങ്ങളേക്കാൾ കൂടിയ പലിശ നിരക്ക് ഇത്തരം നിക്ഷേപങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഇത് സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശ നിരക്കിനേക്കാൾ കുറവായിരിക്കും. കാലാവധിയുടെ അവസാനം സഞ്ചിത തുക പലിശയും ചേർത്ത് പിൻവലിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന വിവിധ തരം നിക്ഷേപ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിതിൻ്റെ പാർട്ട് 2 ഞാൻ അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ഔട്ട് ചെയ്യുക, വീണ്ടും ഇരുന്നിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്